എന്നെ അറിയുന്നൊരു നാഥൻ എൻ്റെ കൂടെയുണ്ടല്ലോ. എൻ്റെ ഭാരമെല്ലാം തൻ ചുമലിൽ ഏറ്റുകൊണ്ടല്ലോ. എന്നെ അറിയുന്നൊരു നാഥൻ എൻ്റെ കൂടെയുണ്ടല്ലോ. എൻ്റെ ഭാരമെല്ലാം തൻ ചുമലിൽ ഏറ്റുകൊണ്ടല്ലോ. അറിയുന്നുണ്ടല്ലോ നാഥൻ കരുതുന്നുണ്ടല്ലോ. അറിയുന്നുണ്ടല്ലോ നാഥൻ കരുതുന്നുണ്ടല്ലോ. എൻ്റെ ഭാരമവൻ തൻ ചുമലിൽ ഏറ്റുകൊണ്ടല്ലോ. എൻ്റെ ഭാരമവൻ തൻ ചുമലിൽ ഏറ്റുകൊണ്ടല്ലോ. എന്നെ അറിയുന്നൊരു നാഥൻ എൻ്റെ കൂടെയുണ്ടല്ലോ. എൻ്റെ ഭാരമെല്ലാം തൻ ചുമലിൽ ഏറ്റുകൊണ്ടല്ലോ. എന്നെ അറിയുന്നൊരു നാഥൻ എൻ്റെ കൂടെയുണ്ടല്ലോ. എൻ്റെ ഭാരമെല്ലാം തൻ ചുമലിൽ ഏറ്റുകൊണ്ടല്ലോ. ും തിരമാലയുമേറി വന്നാൽ ആഴികളെ നിർമ്മിച്ചോനൻ കൂടെയുണ്ടല്ലോ. ഊളങ്ങളും തിരമാലയുമേറി വന്നാൽ ആഴികളെ നിർമ്മിച്ചോനൻ കൂടെയുണ്ടല്ലോ. അരികിലുണ്ടല്ലോ നാഥൻ പടകിലുണ്ടല്ലോ. അരികിലുണ്ടല്ലോ നാഥൻ പടകിലുണ്ടല്ലോ. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിടും. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിടും. എന്നെ അറിയുന്നൊരു നാഥൻ എൻ്റെ കൂടെയുണ്ടല്ലോ. എൻ്റെ ഭാരമെല്ലാം തൻ ചുമലിൽ ഏറ്റുകൊണ്ടല്ലോ. എന്നെ അറിയുന്നൊരു നാഥൻ എൻ്റെ കൂടെയുണ്ടല്ലോ. എൻ്റെ ഭാരമെല്ലാം തൻ ചുമലിൽ ഏറ്റുകൊണ്ടല്ലോ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുദിന വചനം. എൻജോയ് അവർ സൺഷിപ്പ്. നമ്മുടെ പുത്രത്വത്തെ ആസ്വദിക്കുക. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 31-ാം തിരുവചനം. Luke's Gospel chapter 15 verse 31. And he said unto him, Son, you are ever with me, and all that I have is yours. അതിന് അവൻ അവനോട്, മകനെ, നീ എപ്പോഴും എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. എനിക്കുള്ളതെല്ലാം നിന്റേതാകുന്നു. പരിശുദ്ധാത്മാവേ, ഈ തിരുവചന ഭാഗം ഞങ്ങൾക്കായി വ്യാഖ്യാനിച്ചു തരണമേ, പഠിപ്പിക്കണമേ. ആമേൻ. നമ്മുടെ പുത്രത്വത്തെ ആസ്വദിക്കുക. എൻജോയ് അവർ സൺഷിപ്പ്. മുടിയനായ പുത്രന്റെ ഉപമയിൽ സ്നേഹവാനായ ഒരു പിതാവിൻ്റെ അധരങ്ങളിൽ നിന്ന് വന്ന ഒരു ശ്രേഷ്ഠമായ പ്രസ്താവനയാണിത്. ഇത് പ്രസ്താവിക്കുന്നത് മാനസാന്തരപ്പെട്ട് തിരിച്ചു വന്ന മുടിയനായ തൻ്റെ ഇളയ മകനോടല്ല, എല്ലാം നശിപ്പിച്ച് തിരികെ വന്ന തൻ്റെ ഇളയ സഹോദരനെ പൂർവ്വസ്ഥിതിയിൽ സ്വീകരിച്ചതിന് തൻ്റെ പിതാവിനോട് കോപിഷ്ഠനായ മാനസാന്തരപ്പെടാത്ത ജ്യേഷ്ഠ സഹോദരനോടാണ് എന്നോർക്കണം. സഹോദരങ്ങളെ, നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സത്യം, ജ്യേഷ്ഠ സഹോദരൻ കോപിഷ്ഠനായിരിക്കുമ്പോഴും ആ പിതാവ് അവനെ എല്ലാം ഉൾക്കൊള്ളുന്ന നിരുപാധികമായ ഒരു സത്യം വെളിപ്പെടുത്തുന്നു. മകനെ എന്ന ഇമ്പസ്വരം അവൻ കേൾക്കുമ്പോൾ തൻ്റെ പിതാവുമായുള്ള നിത്യമായ ബന്ധത്തെ അത് ഓർമ്മിപ്പിക്കുന്നു. സുബോധം തിരിച്ചു കിട്ടിയപ്പോൾ മുടിയനായ പുത്രന്റെ പ്രതികരണം ഇപ്രകാരമായിരുന്നു: ഇനി ഞാൻ നിന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തൻ്റെ സ്വഭാവം തൻ്റെ സ്വർഗീയ പിതാവുമായുള്ള ബന്ധത്തെ മുറിപ്പെടുത്തുമോ എന്ന് ചിന്തിച്ച് ദുഃഖിക്കുന്ന അവസരങ്ങൾ അസാധാരണമല്ല. പുത്രത്വം എന്നതിൻ്റെ ശരിയായ വില മനസ്സിലാക്കുവാൻ തൻ്റെ സ്വഭാവം മൂലം
വരുത്തിവെച്ച കുഴപ്പങ്ങൾ കാരണം മുടിയനായ പുത്രൻ ജീവിതത്തിലെ ഏറ്റവും കഷ്ടത നിറഞ്ഞ പാഠ്യ പദ്ധതിയിൽ കൂടി കടക്കേണ്ടി വന്നു. അവൻ്റെ സ്വഭാവം മൂലം പുത്രത്വം എന്നതല്ല നഷ്ടപ്പെടുന്നത്, പ്രത്യുത അവൻ്റെ ആസ്വാദനമാണ് നഷ്ടപ്പെടുന്നത്. തീർച്ചയായും ഈ പിതാവിൻ്റെ വീക്ഷണത്തിൽ മുടിയനായവൻ്റെ പുത്രത്വം ഒരിക്കലും ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ല. മുടിയനായ പുത്രൻ്റെ ജീവിത രീതിയാണ് താൻ പിതാവിൻ്റെ മകനാണ് എന്ന് വിളിക്കപ്പെടുവാൻ ഇപ്പോഴും യോഗ്യനാണോ എന്ന് സംശയിക്കുവാൻ ഇടയാക്കിയത്. അത് നമ്മൾ പ്രത്യേകം ഓർക്കണം. നമുക്കും നമ്മുടെ ശ്രദ്ധയില്ലാത്ത ജീവിത രീതി മൂലം പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള ഉറപ്പ് നഷ്ടപ്പെട്ടു പോകാം. ജ്യേഷ്ഠ സഹോദരൻ പുത്രത്വം എന്നതിനെ തൻ്റെ കൂട്ടുകാരുമായി ഉല്ലസിക്കുന്നതിലും വലിയതായി കണ്ടില്ല. പുത്രത്വത്തെ നാം വേണ്ട വിധത്തിൽ വിലമതിക്കുന്നില്ലെങ്കിലും അത് നമ്മുടെ ആസ്വാദനത്തിനായിട്ട് ഉള്ളതാണല്ലോ. തൻ്റെ ഇളയ സഹോദരൻ അനുഭവിച്ച തരത്തിലുള്ള അപമാനം അനുഭവിച്ചിരുന്നെങ്കിൽ ജ്യേഷ്ഠ സഹോദരനും തൻ്റെ പുത്രത്വത്തിന് കൂടുതൽ വില കൽപ്പിച്ചേനെ. പല വിശ്വാസികളും ഈ സത്യത്തെ മനസ്സിലാക്കുന്നുവെങ്കിലും അത് ഹൃദയത്തിൽ സംഗ്രഹിക്കാത്തതുകൊണ്ട് വേണ്ട വിധത്തിൽ ആസ്വദിക്കുന്നില്ല. സഹോദരങ്ങളെ, ഈ ഉപമയിൽ ജ്യേഷ്ഠ സഹോദരനെ പോലെ ഇളയവനായ ഈ മുടിയൻ പുത്രൻ ഇന്നും മകനാണ് എന്ന് വ്യക്തമാണ്. ഈ പുത്രത്വം എന്നത് നമ്മുടെ സ്വഭാവം അനുസരിച്ച് മാറുന്നില്ല, അത് ജന്മാവകാശമാണ്. മുടിയനായ പുത്രൻ തൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കിയതുപോലെ പുത്രത്വത്തിൻ്റെ അംഗീകാരം എന്നത് നമ്മുടെ സ്വഭാവത്തെ ആശ്രയിച്ചിരിക്കുന്നു. പുത്രത്വം സ്ഥിരവും വ്യക്തിപരമായ ഒരു സ്ഥാനമാണ്. അടിവരയിട്ട് ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. പുത്രത്വം സ്ഥിരവും വ്യക്തിപരമായ ഒരു സ്ഥാനമാണ്. പ്രാർത്ഥിക്കാം. സ്തോത്രം, 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 സ്തോത്രം. പിതാവായ ദൈവമേ, എന്നെ അവിടുത്തെ പൈതലാക്കിയതിന് നന്ദി പറയുന്നപ്പാ. പലപ്പോഴും എൻ്റെ സ്വഭാവം അംഗീകാരയോഗ്യമല്ല എന്ന് ഞാൻ സമ്മതിക്കുന്നു. എൻ്റെ ഈ പുത്രത്വത്തിൻ്റെ അടിസ്ഥാനം അവിടുന്ന് എന്നോടുള്ള വിശ്വസ്തതയാണല്ലോ. അവിടുന്ന് എൻ്റെ കുറവുകളെ ഓർക്കാതെ എൻ്റെ തെറ്റുകൾ ആഴിയുടെ ആഴങ്ങളിലേക്ക് തള്ളി അവിടുന്ന് ഞാനായിരിക്കുന്ന അവസ്ഥയിൽ എന്നെ സ്വീകരിച്ചതിനായി നന്ദി പറയുന്നപ്പോൾ ഇന്ന് തിരുവചനം ശ്രവിച്ച എല്ലാ മക്കളെയും തിരുക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള തിരുവചന പ്രകാരം ഞങ്ങൾ അന്യോന്യം പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ രണ്ടാമത്തെ വരവിൻ്റെ അന്ത്യനാളിൽ ഞങ്ങളായിരിക്കുമ്പോൾ ധൂർത്തപുത്രനെ പോലെ അങ്ങയിൽ നിന്ന് ഓടിയകന്ന് ജീവിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങൾ ഈ ഭൂമിയിലുണ്ട്. അവരെയെല്ലാം അവകാശമായി ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. മാനസാന്തരത്തിലൂടെ പിതാവിൻ്റെ സ്നേഹത്തിലേക്ക് പുത്രൻ്റെ രക്ഷയെ ഏറ്റുപറഞ്ഞുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ സൗഭാഗ്യം തിരികെ ലഭിക്കുവാനായി ഹല്ലേലൂയ അവരെ അവിടുന്ന് ആകർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഭൗതിക നന്മകൾക്കായി സ്തോത്രം. കലത്തിലെ മാവും തുരുത്തിലെ എണ്ണയും വറ്റിപ്പോകാതെ ഞങ്ങളുടെ വയലുകളെ, ഞങ്ങളുടെ ഓഫീസുകളെ, ഞങ്ങളുടെ ബിസിനസ്സുകളെ, ഞങ്ങളുടെ തോട്ടങ്ങളെ അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ ഇന്നതെന്ന് പറയുന്നതിന് മുമ്പ് തന്നെ അറിഞ്ഞനുഗ്രഹിക്കുന്നപ്പാ, ഇത്രത്തോളം ഞങ്ങളെ വഴി നടത്തുന്നതിനായി നന്ദി പറയുന്നു. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന തലമുറകളെ തിരുക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കാലഘട്ടത്തിൻ്റെതായ പ്രലോഭനങ്ങളിൽ വീണുപോകാതെ, ധൂർത്തപുത്രനെ പോലെ ലോകത്തിൻ്റെ ചതിയിൽ മക്കൾ പെട്ടുപോകാതെ, പിതാവിൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് കർത്താവെ അവിടുത്തെ സ്നേഹവലയത്തിൽ മക്കളായിരിക്കുവാൻ അവരെ അവകാശമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നരക്കുവോളം ഞാൻ നിന്നെ ചുമക്കുമെന്ന് അരുളിച്ചത് കർത്താവേ, അവിടുത്തെ സാന്നിധ്യം കൊണ്ട് നിന്റെ മക്കളെ അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് സൗഖ്യദായകനാണല്ലോ. അവിടുത്തെ അടിപ്പിണരുകളാൽ ഓരോ മക്കൾക്കും പൂർണ്ണ സൗഖ്യവും വിടുതലും കൊടുത്തിരിക്കുക. സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും പ്രവർത്തനങ്ങളെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക. സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ യാത്രകളെ അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ നന്ദി പറയുന്നു. ഞങ്ങളുടെ ഹല്ലേലൂയ ഞങ്ങളകത്ത് വരുമ്പോഴും പുറത്തു പോകുമ്പോഴും ഏകസ്തംഭമായ അഗ്നിത്തൂണായി തിരുസാന്നിധ്യം കൂടെ ഞങ്ങളെ മാനിക്കുന്നതിനായി പരിപാലിക്കുന്നതിനായി നന്ദി പറയുന്നപ്പാ.
ലോകരാഷ്ട്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അമേരിക്കയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേലിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന. വിശേഷാൽ ട്രംപിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവിടുത്തെ സ്വർഗീയ സംരക്ഷണം പ്രിയ പ്രസിഡന്റിന് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹുവിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ, സ്വർഗീയ സംരക്ഷണം നിന്റെ മക്കൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യുദ്ധങ്ങൾ നടക്കുന്ന രാജ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന. വിശേഷാൽ റഷ്യയും യുക്രൈനെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, സമാധാന പ്രഭുവെ, അവിടുത്തെ കരം ആ രാജ്യത്തിൻ്റെ മേൽ വയ്ക്കണമേ കർത്താവേ. ദൈവമേ, അന്യോന്യം പോർ വിളിക്കുന്ന, യുദ്ധത്തെ വിളിച്ചു വരുത്തുന്ന മനുഷ്യൻ്റെ ആക്രമണ വാസനകളെ തിരുക്കരങ്ങൾ സമർപ്പിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇരുണ്ടുകൂടി വരുന്ന ആണവ യുദ്ധത്തിൻ്റെ പ്രേരണകളെ യേശുവിൻ്റെ നാമത്തിൽ അധികാരത്തോടെ അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ലോകാന്തരീക്ഷത്തിൽ നിന്ന് കർത്താവേ, അത്തരത്തിലുള്ള പ്രവണതകൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മാതൃരാജ്യം ഇന്ത്യ അനുഗ്രഹിക്കണമേ. ഇന്ത്യ അനുഗ്രഹിക്കപ്പെട്ട ഒരു രാഷ്ട്രമായി മാറട്ടെ. ആഫ്രിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചൈനയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ജർമ്മനിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓസ്ട്രേലിയയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. UK ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിന്റെ മക്കളായ ഞങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും പുത്രം വഴി കേട്ട് മറുപടി തരുന്നതിനായി നന്ദി. അനുഗ്രഹിച്ചിരിക്കുക, സ്തോത്രം. പ്രാർത്ഥനയെ യാചനം കേട്ടിരിക്കുക, നന്ദി അപ്പ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ക്രിസ്തീയ ജീവിതത്തിൻ ഭാഗ്യമോർക്കുമ്പോൾ ഈ ലോക കഷ്ടമൊന്നും സാരമാക്കേണ്ട. ക്രിസ്തീയ ജീവിതത്തിൻ ഭാഗ്യമോർക്കുമ്പോൾ ഈ ലോക കഷ്ടമൊന്നും സാരമാക്കേണ്ട. എത്തിച്ചേർന്നിടും നമ്മൾ നിത്യരാജ്യത്തിൽ. എത്തിച്ചേർന്നിടും നമ്മൾ നിത്യരാജ്യത്തിൽ. നിത്യയുഗങ്ങൾ നാഥൻ കൂടെ വാണിടാം. നിത്യയുഗങ്ങൾ നാഥൻ കൂടെ വാണിടാം. എന്നെ അറിയുന്നൊരു നാഥൻ എൻ്റെ കൂടെയുണ്ടല്ലോ. എൻ്റെ ഭാരമെല്ലാം തൻ ചുമലിൽ ഏറ്റുകൊണ്ടല്ലോ. എന്നെ അറിയുന്നൊരു നാഥൻ എൻ്റെ കൂടെയുണ്ടല്ലോ. എൻ്റെ ഭാരമെല്ലാം തൻ ചുമലിൽ ഏറ്റുകൊണ്ടല്ലോ. അറിയുന്നുണ്ടല്ലോ നാഥൻ കരുതുന്നുണ്ടല്ലോ. അറിയുന്നുണ്ടല്ലോ നാഥൻ കരുതുന്നുണ്ടല്ലോ. എൻ്റെ ഭാരമവൻ തൻ ചുമലിൽ ഏറ്റുകൊണ്ടല്ലോ. എൻ്റെ ഭാരമവൻ തൻ ചുമലിൽ ഏറ്റുകൊണ്ടല്ലോ. എന്നെ അറിയുന്നൊരു നാഥൻ എൻ്റെ കൂടെയുണ്ടല്ലോ. എൻ്റെ ഭാരമെല്ലാം തൻ ചുമലിൽ ഏറ്റുകൊണ്ടല്ലോ. എന്നെ അറിയുന്നൊരു നാഥൻ എൻ്റെ കൂടെയുണ്ടല്ലോ. എൻ്റെ ഭാരമെല്ലാം തൻ ചുമലിൽ ഏറ്റുകൊണ്ടല്ലോ.